നമുക്കൊരു ആവശ്യം വന്നാൽ നമുക്ക് പോകാൻ പറ്റുന്ന സ്ഥലം, നമുക്ക് എല്ലാ സ്ഥലങ്ങളും പരിചയക്കാരും എല്ലാം ഉള്ളത് തിരുവനന്തപുരമാണ്. അപ്പം അത് ഒരു ശീലമായിപ്പോയി. അപ്പം മാത്രമല്ല, ഇപ്പൊ തിരുവനന്തപുരം നിന്ന് എറണാകുളം വരുന്നത് ഒരു വലിയ സംഭവമേ അല്ല. ഈ വന്ദേ ഭാരത് ഇല്ലാത്ത സമയത്ത് പോലും, വന്ദേ ഭാരത് വന്നതിന് ശേഷം പോലും ഞാൻ ജനശതാബ്ദിയിലാണ് വരുന്നത്. കാര്യം അതാണ് കുറച്ചുകൂടെ കൺവീനിയന്റ്. രാവിലെ 6 മണിക്ക് കയറി ഇരുന്നാൽ മതി, ഈ 9:15 ഇവിടെ എത്തും. മറ്റേത് 5:15 നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ വിടുകയാണ്. അപ്പൊ അത് ആവശ്യമില്ല. ഈ ട്രെയിൻ തിരിച്ചു പോകാനാണെങ്കിൽ വന്ദേ ഭാരത് ഉണ്ട്. നമുക്ക് ഇപ്പൊ പോലും ഞാൻ ഇന്ന് പോകാൻ പോണ ജനശതാബ്ദിയിലാണ്. എനിക്ക് അത് മതി എന്ന് പറഞ്ഞു. കാര്യം അതാകുമ്പോൾ 9:15 തിരുവനന്തപുരത്തും 9:30 ഞാൻ വീടെത്തും. എനിക്ക് അവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളു വീട്. അപ്പം നമുക്ക് കൺവീനിയന്റ് ആയിട്ട് പോകാനായിട്ട് ട്രെയിനും ഉണ്ട്, പ്ലെയിനും ഉണ്ട്. അപ്പം നമുക്ക് അതൊരു പ്രശ്നമേ അല്ല. റോഡിൽ പോകില്ല. റോഡിൽ പോകണമെങ്കിൽ 8 മണിക്കൂർ 9 മണിക്കൂർ എടുക്കും. ഇപ്പോഴും നല്ല ഹൈവേ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അത് 3 മണിക്കൂർ കൊണ്ട് നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ദൂരമാണ്, വേറൊരു സ്ഥലമാണ് എന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നിട്ടില്ല. അപ്പൊ എന്തുകൊണ്ട് അവിടെ താമസിച്ചിട്ട് ഞാൻ അവിടെ നിന്ന് രാവിലെ 6:30 മണിക്കൊരു ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ആ ഫ്ലൈറ്റുള്ള സമയത്ത് ഇവിടെ ഷൂട്ടിങ്ങിന് ഞാൻ രാവിലെ അവിടെ നിന്ന് വരുമായിരുന്നു ഷൂട്ടിങ്ങിന്. ഇവിടെ വന്ന് 7:30 മണിക്ക് ഞാൻ സെറ്റ് ചെയ്തു. ഇവൻ തൊടുപുഴയാണെങ്കിലും മൂവാറ്റുപുഴയൊക്കെ ആണെങ്കിൽ പോലും ഈ ഫ്ലൈറ്റ് വന്നാൽ എനിക്ക് 7:30 മണി 8 മണിക്ക് മുമ്പ് ഞാൻ ലൊക്കേഷൻ എത്തും. അപ്പൊ അങ്ങനെ പോലും നമുക്ക് വരാൻ സാധിക്കും. അപ്പൊ വെറുതെ ഇവിടെ വന്ന് റൂം എടുത്ത് താമസിച്ച് അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് അങ്ങനെ വരെ വന്നിട്ടുണ്ട് പല പ്രാവശ്യം. അപ്പം ഇതൊരു ദൂരമായിട്ട് ഞാൻ കണക്കാക്കില്ല.